എല്ലാവർക്കും നമസ്കാരം. അശ്വതി ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഞാൻ മനോജ്. ദ ഒഡീസി, എ ഫിലിം ബൈ വൺ ആൻഡ് ഓൺലി ക്രിസ്റ്റഫർ നോളൻ, ബേസ്ഡ് ഓൺ എ എപ്പിക് പോയം ബൈ ഹോമർ. ഈ സിനിമയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇതൊരു റിവ്യൂ ആയിട്ട് കാണണ്ട, ഇത് ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രം. സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ചില അഭിപ്രായങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ഇതിനു മുമ്പേ, ഈ സിനിമ കാണുന്നതിന് മുമ്പേ ഹോമറുടെ ഒഡീസി എന്ന മഹാകാവ്യം, 12,000 വരെയുള്ള മഹാകാവ്യം എന്താണെന്നുള്ളത് അറിയേണ്ടതുണ്ട്. പല ആളുകളും ആ കഥ മനസ്സിലാക്കാതെയാണ് ഈ സിനിമ കണ്ടിട്ടുള്ളത്. അതായത് അക്വീരിയസ് എന്ന രാജാവിൻ്റെ നേതൃത്വത്തിൽ പാരീസ് എന്ന രാജകുമാരൻ ഹെലനോസ്പാർട്ട എന്ന ലോകത്തിലെ ഏറ്റവും സുന്ദരിയായിട്ടുള്ള രാജ്ഞി, ട്രോയ് എന്ന് പറയുന്ന രാജ്യത്തിലെ രാജ്ഞിയെ തട്ടിക്കൊണ്ടുപോവുകയും അവളെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് ഗ്രീക്കിലുള്ള എല്ലാ സഖ്യകക്ഷികളും ഒന്നിച്ചു ചേർന്ന് ട്രോയ് എന്ന രാജ്യത്തോട് യുദ്ധം ചെയ്യുന്ന ട്രോജൻ വാർ, അതിനെക്കുറിച്ചാണ് ഇലിയഡ് എന്ന് പറയുന്ന കാവ്യത്തിൽ ഹോമർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഒഡീസിയിലേക്ക് എത്തുമ്പോൾ ഇത്താക്ക എന്ന രാജ്യത്തിലെ രാജാവായ ഒഡീസിയസ് ആണ് യഥാർത്ഥത്തിൽ യുദ്ധം ജയിക്കാനുള്ള കാരണം. ട്രോജൻ കുതിര എന്ന് പറയുന്ന ഒരു വലിയൊരു കുതിരയെ ഉണ്ടാക്കി അതിനുള്ളിൽ ഭടന്മാരെ ഒളിപ്പിച്ച് വെച്ച് സൈനികർ രാത്രി സമയത്ത് അതിൽ നിന്ന് പുറത്തിറങ്ങി ട്രോയ് എന്ന് പറയുന്ന രാജ്യത്തെ ചുട്ടുചാമ്പലാക്കുന്നു. ഒറ്റ രാത്രി കൊണ്ട് അവിടെയുള്ള എല്ലാവരെയും ഒന്ന് രാജ്ഞിയെ വീണ്ടെടുക്കുന്നു. ഹെലനോസ്പാർട്ടയെ വീണ്ടെടുത്ത് ഭർത്താവായ മെലനാമസ് തിരിച്ച് രാജ്യത്തേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം ഒഡീസസ് തൻ്റെ രാജ്യമായ ഇത്തേക്കിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രതിസന്ധികളാണ് ഒഡീസി എന്ന് പറയുന്ന ഹോമറിൻ്റെ മഹാകാവ്യത്തിന് ആധാരമായിട്ടുള്ളത്. ഇതിൽ അമാനുഷികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഒഡീസിസിൻ്റെ മടക്കയാത്രയിൽ വരുന്നുണ്ട്. സിയോസ് ദേവൻ്റെ ശാപം, പിന്നെ സൈക്ലോപ്സ്, ഒറ്റക്കണ്ണുള്ള അധികായന്മാരുള്ള രാക്ഷസ വർഗത്തിൽപ്പെട്ട ആളുകൾ താമസിക്കുന്ന ദ്വീപിൽ ചെല്ലുമ്പോഴുള്ള അനുഭവങ്ങൾ, പിന്നെ ലെസ്റ്റോണിയന്മാർ, അധികായന്മാരായിട്ടുള്ള മനുഷ്യർ, പിന്നെ അലിയിലുള്ള വിച്ച് സെർസി എന്ന് പറയുന്ന ദുർമന്ത്രവാദി ഭടന്മാരെ പിടിച്ചിട്ട് പന്നിയാക്കുന്നു. പിന്നെ പോരാത്തതിന് മരിച്ചവരുടെ ലോകത്തിൽ പോകുന്നുണ്ട്. എന്നിട്ട് സ്വന്തം അമ്മേനെ കാണുന്നുണ്ട് അദ്ദേഹം. സൂര്യദേവൻ്റെ അധീനതയിലുള്ള ഒരു ദ്വീപിൽ ചെന്ന് അവിടെ വിശുദ്ധരായിട്ടുള്ള പശുക്കളെ കൊന്നു ഭടന്മാർ മരിച്ചു വീഴുന്ന ആ ഒരു പ്രതിസന്ധിയുണ്ട്. പിന്നെ സൈറന്മാരുടെ ഗാനം, അതായത് ഒഡീസിയസിനെ കുറിച്ച്, ഒഡീസിയസിൻ്റെ ശരിക്കുള്ള ആ ഒരു സ്വഭാവത്തെക്കുറിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കുറ്റം കംപ്ലീറ്റായിട്ട് പാടി കേൾപ്പിക്കുന്ന സൈറന്മാരുടെ ഗാനം. പിന്നെ അഗ്നി വിഴുങ്ങുന്നുണ്ട്, വെളുത്ത അഗ്നി കപ്പലും മുഴുവൻ 12 കപ്പലുമായിട്ടാണ് അദ്ദേഹം യാത്ര തിരിക്കുന്നത്. അതിലവസാനം 11 കപ്പലുകൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അതായത് ഒഡീസിയസ് യാത്ര ചെയ്യുന്ന കപ്പലും ഒരു 45 ഭടന്മാർ മാത്രമേ പിന്നെ അവസാനം ശേഷിക്കുന്നുള്ളൂ. അവസാനം അവരും മരിക്കുന്നു, ഒഡീസിയസ് തനിച്ചാവുന്നു. അങ്ങനെ കാലിപ്സോ എന്ന് പറയുന്ന ഒരു രാജ്ഞി വാഴുന്ന ഒരു ദ്വീപിൽ ചെന്നുകൊടുകയും ഓർമ്മയില്ലാതെ അവിടെ നിന്ന് കൊടുത്ത ലോട്ടസ് തിന്ന് മുൻകാലം മുഴുവനും മറന്നുപോയി 7 വർഷം അവളുടെ കൂടെ ജീവിക്കുകയും അവസാനം ഓർമ്മ വന്നു കഴിഞ്ഞപ്പോൾ അധീനദേവതയുടെ അപേക്ഷ പ്രകാരം സിയോസ് രാജാവ് കാലിപ്സോയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയും അങ്ങനെ സ്വന്തം രാജ്യത്തേക്ക് ഇത്തേക്കിലേക്ക് മടങ്ങാൻ വേണ്ടിയിട്ട് കാലിപ്സോ ഒഡീസിസിനെ അനുവദിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് ഒഡീസിസ് സ്വന്തം രാജ്യത്തേക്ക് മടങ്ങിയെത്തുന്നത്. പക്ഷെ അവിടെ എത്തിയപ്പോഴത്തേക്കും കാര്യങ്ങളൊക്കെ ആകെ മാറി മറിഞ്ഞിരുന്നു. ഭാര്യയും മകനും അദ്ദേഹത്തെ കാത്തിരിക്കുകയാണ്. ഭാര്യ പെലിനംസിയും മകൻ ടെലിമക്കാസും. ടെലിമക്കാസ് വളർന്ന് വലുതായിരിക്കുന്നു. ഇദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ 10 വർഷം മുമ്പ് പോകുമ്പോഴുള്ള ആളല്ല ഇപ്പോൾ ഉള്ളത്. പക്ഷേ അവിടെ മുഴുവനും ഈ പ്രഭുക്കന്മാർ കൈയടക്കിയിരിക്കുന്നു പെലിൻസിനെ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ രാജ്യം കൈവശമാക്കും. അതുകൊണ്ട് അവർ അവിടെ തമ്പടിച്ചിരിക്കുകയാണ്, ഭക്ഷണവും ഒക്കെ കഴിച്ചു. അപ്പോൾ അവിടേക്കാണ് ഇദ്ദേഹം കടന്നു ചെല്ലുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ വില്ല് കുലച്ച് അവരെ മുഴുവനും അമ്പയത് കൊന്ന് രാജ്യം 108 പേരുണ്ടാവും, 108 പേരെയും കൊന്ന് വീണ്ടും രാജ്യം വീണ്ടെടുക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് ഒഡീസിയുടെ കഥ പോകുന്നത്, ഹോമറിനെ. പക്ഷേ സിനിമയിലേക്ക് വരുമ്പോൾ ക്രിസ്റ്റഫർ നോളൻ ഈ കഥ മുഴുവനും മാറ്റിമറിച്ചിരിക്കുന്നു. ഒന്നാമത് അദ്ദേഹം ഈ സിനിമ ചിത്രീകരിക്കുന്നത് IMAX 70mm ക്യാമറയിലാണ് അദ്ദേഹം ഈ സിനിമ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്നാൽ 50-ൽ താഴെ തിയേറ്ററുകൾ മാത്രമേ ഈ ലോകത്തിൽ തന്നെ IMAX തിയേറ്ററുള്ളൂ.
അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവിടെ ക്രിസ്റ്റഫർ നോളൻ കാണിച്ച ഒരു തരംതിരിവാണ്. കാരണം തൻ്റെ പ്രേക്ഷകർ, അതായത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ കാണുന്ന പ്രേക്ഷകരെ അദ്ദേഹം രണ്ടായി തരംതിരിച്ചിരിക്കുക. അതായത് മൂന്നാം ലോകരാജ്യങ്ങളിലുള്ള തിയേറ്ററുകൾക്ക്, അങ്ങനെയുള്ള അവിടെയുള്ള പ്രേക്ഷകർക്ക് ഈ ഒഡീസിയസ് എന്ന് പറയുന്ന സിനിമ പൂർണ്ണ രീതിയിൽ ആസ്വദിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഐമാക്സ് സൗകര്യമുള്ള തിയേറ്ററിൽ തന്നെ പോയി കാണും. അതാവട്ടെ വളരെ വിരളം, ഞാൻ പറഞ്ഞതുപോലെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഞാനടക്കമുള്ള പ്രേക്ഷകർ കണ്ട സിനിമ അദ്ദേഹം വിഭാവനം ചെയ്ത സിനിമയാണോ? അങ്ങനെ ഒരു സംശയമുണ്ട്. കാരണം ആ സിനിമയെക്കുറിച്ചും എനിക്ക് വിയോജിപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. ഇതിൽ റിയലിസ്റ്റിക് ആയിട്ടാണ് ഈ കഥ പറഞ്ഞു പോകുന്നത് എന്ന് കാണിക്കുമ്പോൾ തന്നെയും പല ഭാഗങ്ങളിലും എത്തുമ്പോൾ അദ്ദേഹം ഹോമറിൻ്റെ ഒഡീസിയിലേക്ക് പോകുന്നു. അതായത് സെർസി എന്ന് പറയുന്ന ദുർമന്ത്രവാദിനിയുടെ ദ്വീപിലെത്തുമ്പോൾ ആ ഭടന്മാരെ പന്നികളാക്കിയിട്ട് ചിത്രീകരിക്കുമ്പോൾ അവിടെ റിയലിസം വരുന്നില്ല. അവിടെ യഥാർത്ഥത്തിൽ അവരെ പന്നികളാക്കിയിട്ട് മാറ്റുന്ന രംഗം കാണിക്കുന്നുണ്ട്. ആദ്യം തന്നെ ഭടന്മാർ അവർ താമസിക്കുന്ന സ്ഥലം, താമസിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഹോമർ വിവരിച്ചിരിക്കുന്നത് വലിയൊരു കൊട്ടാരമാണ്. പക്ഷേ ഇതിൽ ചെറിയൊരു കുടിലായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ചെന്ന് അനുവാദം ചോദിക്കാതെ ഭക്ഷണം എടുത്ത് കഴിക്കണം. പക്ഷേ അന്നത്തെ കാലത്ത് ഈ ആതിഥ്യ മര്യാദ എന്ന് പറയുന്നത് വളരെ പ്രധാനമുള്ളൊരു കാര്യമാണ്. വരുന്ന അതിഥികളെ വളരെ ആദരപൂർവ്വം സ്വീകരിക്കുകയും അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആ പുരാതന കാലം മുതൽക്കന്നെ നടന്നു വന്നിരുന്ന ഒരു സമ്പ്രദായമാണ്. എന്നാൽ ഇതിൽ ഒഡീസിയസ് എന്ന് പറയുന്ന രാജാവ് മാത്രമേ സെർസിയോട് അനുവാദം ചോദിച്ചിട്ട് അകത്ത് കിടന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് സെർസിക്ക് അദ്ദേഹത്തെ ആ ഒരു പന്നിയാക്കി മാറ്റാൻ സാധിക്കുന്നില്ല. ഇതിൽ വലിയൊരു വിഭാഗം ആളുകൾ വിമർശിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കെറേന സ്പാട്ട എന്ന് പറയുന്ന ലോകസുന്ദരിയായിട്ടുള്ള രാജ്ഞിയെ കാണിച്ചിരിക്കുന്നത് ഒരു ആഫ്രോ അമേരിക്കൻ വംശയായിട്ടുള്ള ഒരു സ്ത്രീയായിട്ടാണ്. ആഫ്രോ അമേരിക്കൻ വംശയായ ലുട്ടീപിയ എന്ന നടിയെയാണ് അതിൽ കാസ്റ്റ് ചെയ്തിരിക്കുന്നത്. അവരുടെ നിറമല്ല അവിടെ പ്രശ്നം. ഇപ്പോൾ മുഹമ്മദ് അലിയുടെയോ മൈക്ക് ടൈസൻ്റെയോ ജീവിതകഥ സിനിമയാക്കുമ്പോൾ അവിടെ ഈ സിൽവർ സ്റ്റാറിനെയോ അല്ലെങ്കിൽ ഹർണോൾഡ് ഷോസിനെയോ ആക്കിയിരുന്നെങ്കിൽ എങ്ങനെയിരിക്കും? ആക്കുന്നതിന് വിരോധമില്ല. അവർക്ക് കടുത്ത മൈക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ഒരു അനൗചിത്യം അവിടെ കാണിച്ചിട്ടുണ്ട്. പിന്നെ ക്രിട്ടിക്സ് പറഞ്ഞ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ജെൻഡറെ പുരുഷവേഷത്തിൽ അഭിനയിപ്പിച്ചെന്നുള്ളതാണ്. അതിലെനിക്ക് വലിയ ധാരണ തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ പൂർണ്ണമായിട്ടും പുരുഷനാണ്. അതിലഭിനയിച്ച നടൻ എന്ന് പറയുന്നത് സിനോൺ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് അഭിനയിച്ചിരിക്കുന്നത്, ഇരിയട്ട് പേജ്. അദ്ദേഹം സ്ത്രീയായിട്ട് കുറേ ഹോളിവുഡ് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം സമ്പൂർണ്ണമായിട്ടും പുരുഷനാണ്. അതുകൊണ്ട് തന്നെ അതിൽ തെറ്റില്ല, പറയുന്നതിൽ വലിയ അർത്ഥമില്ല. പക്ഷേ ഈ ലോകസുന്ദരി എന്ന് പറഞ്ഞിട്ട് ചുവന്ന മുടിയുള്ള ലോകസുന്ദരി എന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോൾ ഈ തലമുടി വളരെ ക്രോപ്പ് ചെയ്തിട്ട് ഒരു കർത്തവ് വർഗ്ഗക്കാരി കാണിക്കുമ്പോൾ അതിൽ ചെറിയൊരു അനൗചിത്യം എനിക്ക് തോന്നി. പക്ഷേ എനിക്ക് മുഖ്യമായിട്ട് തോന്നിയത് നോളൻ്റെ ഈ ഒരു ഇരട്ടത്താപ്പ് നയത്തോടാണ്. അതായത് തൻ്റെ ഒരു വിഭാഗം ആളുകൾ സിനിമ കണ്ടാൽ മതി, ഇനി അങ്ങനെ അല്ലാത്ത ആളുകൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൈസ മുടക്കിയിട്ട് ഫ്ലൈറ്റ് പിടിച്ചിട്ട് അന്ന് ആ തിയേറ്ററിൽ പോയിട്ട് കണ്ടോളൂ എന്നുള്ള ഒരു രീതിയാണ് നോളൻ ഇതിൽ പിന്തുടർന്നിരിക്കുന്നത്. നോളന് തൻ്റെ സിനിമ എല്ലാവരും കാണണമെന്ന് വളരെ നിർബന്ധമുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ കാണുക എന്നുള്ളത് അദ്ദേഹത്തിനോട് നിർബന്ധമാണ്. അതായത് വലിച്ചടിച്ച് കൊണ്ടുവന്നത് തിയേറ്ററിലിട്ട് നിങ്ങളത് കാണും എന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്ന ഒരാളായിട്ടാണ് ക്രിസ്റ്റഫർ നോളനെ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അദ്ദേഹത്തെ ഇൻസെപ്ഷൻ എന്ന് പറയുന്ന സിനിമ തന്നെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ആ സിനിമ എന്താണെന്നുള്ളത് പ്രേക്ഷകന് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മാത്രമല്ല, അതിന് എത്ര നിർവചനം കൊടുത്താലും എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലും ആ സിനിമ എന്താണെന്നുള്ളത് പൂർണ്ണമായ അർത്ഥത്തിൽ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കരുത് എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ക്രിസ്റ്റഫർ നോളൻ ആ സിനിമ മേക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആ ക്ലൈമാക്സ് എങ്ങനെ വിശദീകരിച്ചാലും അതിനൊരു 100 വിശദീകരണം വേണം കൊടുക്കാം. അത് നമ്മുടെ സൗകര്യത്തിനനുസരിച്ചിട്ട് നമുക്ക് കൊടുക്കാം. അങ്ങനെയാണ് ആ സിനിമ പറഞ്ഞു പോകുന്നത്. കാപ്രേറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് വളരെ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു റോളാണ്. അപ്പോൾ പറഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നത് അതിൽ കുറച്ചെങ്കിലും അദ്ദേഹം മാറ്റം കൊണ്ടുവന്നത് ഓപ്പൺ ഹൈമർ എന്ന് പറയുന്ന സിനിമയിലാണ്. അതായത് ആറ്റം ബോംബ് ഉണ്ടാക്കിയ ഓപ്പൺ ഹൈമർ എല്ലാ സിനിമ കാണിച്ചു തരുന്നത്. അതിനുശേഷം ആ നാഗസാക്കിയിലും ഹിരോഷിമയിലും ബോംബ് ഇട്ട് 2.5 ലക്ഷത്തിൽത്തരം ആളുകളെ കൊന്ന് ആ ഒരു റിഗ്രറ്റ്, അതിനൊരു കാരണക്കാരൻ ഞാനാണല്ലോ എന്നുള്ളൊരു റിഗ്രറ്റ് ഉള്ള ഒരു ഓപ്പൺ ഹൈമറാണ് ആ സിനിമ കാണിക്കുന്നത്. അത് ഡയറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നു. അത് പക്ഷേ 3 മണിക്കൂറുണ്ട് ആ സിനിമയിൽ. ഈ സിനിമയും 3 മണിക്കൂറുണ്ട്. ആ 3 മണിക്കൂർ സഹിക്കുക എന്നുള്ളത് വളരെ കഷ്ടമാണ്. പക്ഷെ ഉറങ്ങാനും പറ്റില്ല. സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങാൻ വെച്ചാൽ അതിനും പറ്റില്ല. അതിൽ ക്ലാപ്പ് എന്ന് പറയുന്നത് കാണിച്ചിരിക്കുന്നത് കാലുകൊണ്ട് കൊണ്ട് ഇങ്ങനെ അടിക്കുന്ന സൗണ്ടാണ്. ഭയങ്കര സൗണ്ടായിട്ട് തിയേറ്ററിൽ തിരിയുന്നു. അതുകൊണ്ട് അത് വളരെ
വലിച്ച് നീങ്ങി പോകുന്ന ഒരു സിനിമ. അതായത് നോളൻ എന്ന് പറയുന്ന വ്യക്തി തൻ്റെ ഇഷ്ടത്തിന് മാത്രമേ ഈ സിനിമ എടുക്കുള്ളൂ, അത് ആളുകൾ കണ്ടിരിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സംവിധായകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഇനി മറ്റുള്ളവരെങ്ങനെയാണ് കാണുന്നതെന്ന് എനിക്കറിയില്ല. ഈ സിനിമയിൽ അത് ഗംഭീരമായിട്ട് അത് അദ്ദേഹം ആവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ചെയ്യാം, തൻ്റെ സ്വന്തം കഥ ഇത് ചെയ്യാം. പക്ഷേ ഹോമർ എന്ന ഒരു കവിയുടെ, ഹോമർ ഒരാളല്ല എന്ന് പറയുന്നുണ്ട്, പല ആളുകളും കൂടെ എഴുതിയതാണ് ആ കവിത എന്നാണ് ഒരു വാദം. അതെന്താവട്ടെ, എഴുതിയ 12,000 വരികളുള്ള ഒരു മഹാകാവ്യം ചലച്ചിത്രമാക്കുമ്പോൾ ആ ഹോമർ എന്താണ് ഉദ്ദേശിക്കുന്നത് അത് സ്ക്രീനിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് ഒരു സംവിധായകൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കടമ എന്ന് പറയുന്നത്. അത് പാലിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ളൊരു വ്യാഖ്യാനം കൊടുത്തിട്ട് ഇതാണ് യഥാർത്ഥ ഒഡീസി എന്ന് നമ്മളോട് പറയുന്നു. അത് നമ്മൾ അംഗീകരിക്കണം. അങ്ങനെയാണ് നോളൻ നിർബന്ധിക്കുന്നത്. അപ്പോൾ അതങ്ങനെ പറഞ്ഞു പോകുന്നൊരു സിനിമയിൽ കാര്യമായിട്ട് യാതൊന്നും തന്നെ അവശേഷിപ്പിക്കുന്നില്ല. ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്ഥിരം ക്യാമറാമാനായിട്ടുള്ള ഹൊയ്ത്തയാണ്. പിന്നെ സംഗീതം നിർവഹിച്ചിരിക്കുന്നത് അതും ലുഡ്വിഗ് ഹൊറാൻസ്. അത് നല്ല രീതിയിൽ തന്നെ സിനിമയിൽ വർക്കായിട്ടുണ്ട്. കാരണം സംഗീതം, പശ്ചാത്തല സംഗീതമില്ലാത്ത, ആ സ്കോറില്ലാത്ത ഒരു രംഗം പോലും ഇല്ല എന്ന് തന്നെ പറയാം. സിനിമേൻ്റെ ആ ഒരു മൂഡ് പിടിച്ചിട്ട് ആ സിനിമയ്ക്കൊപ്പം തന്നെ ആ ഒരു സംഗീതം പോകുന്നുണ്ട്. ക്യാമറ വർക്ക് എനിക്ക് വലിയ മികച്ചതായിട്ട് തോന്നിയില്ല. കാരണം ക്യാമറ വല്ലാതെ ഷെയ്ക്കാവുന്നുണ്ട്. അത് ഇനിയിപ്പോൾ നോളൻ ഉദ്ദേശിച്ച രീതിയിലാണ് അത് ആസ്വദിക്കേണ്ടത് എന്നുണ്ടെങ്കിൽ ഈ ഐമാക്സ് തിയേറ്ററിൽ തന്നെ കാണണം. ഇതിപ്പോൾ പൊട്ടക്കണ്ണൻ ആനയെ കണ്ടതുപോലെയാണ് ഇപ്പോൾ നമ്മൾ സിനിമ കണ്ടിട്ടുള്ളത്. പ്രേക്ഷകർ ഭൂരിഭാഗം പേര് അവരെങ്ങനെയാണ് ഈ സിനിമയെ വിശകലനം ചെയ്യുന്നത്, എങ്ങനെ വിലയിരുത്തും അവർ ഈ സിനിമയെ? അങ്ങനെ ഒരു വലിയൊരു പോരായ്മ ഈ സിനിമയിലുണ്ട്. പിന്നെ പ്രകടനത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഒഡീസിയസായിട്ട് അഭിനയിച്ചിരിക്കുന്ന മാക്ടനാണ്. അദ്ദേഹം നല്ല രീതിയിൽ തന്നെ കഥാപാത്രം കൊണ്ടുവരുന്നത്. കാരണം അദ്ദേഹം ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാണിച്ചിട്ടുള്ളത്. അതായത് ഇന്നത്തെ ആധുനിക മനഃശാസ്ത്രം PTSD എന്ന് പറയുന്ന ഒരവസ്ഥ, അതായത് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ. യുദ്ധത്തിന് ശേഷം അദ്ദേഹം കണ്ട കാഴ്ചകൾ, മുറിവേറ്റകളുടെയും മരിച്ചവരുടെയും കാഴ്ചകൾ, പിന്നെ കണ്ണിൻ്റെ മുന്നിൽ വെച്ച് തലകുട്ടിയും കുട്ടിയിലും വരകൊണ്ടിരുന്ന് അദ്ദേഹത്തിൻ്റെ സേനാനായകൻ തന്നെ മരിച്ചു പോകുന്നത്, അദ്ദേഹത്തിൻ്റെ മുന്നിൽ വെച്ച് തന്നെ മരിച്ചു പോകുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാഴ്ചകൾ കാണേണ്ടി വന്ന ഒരു വ്യക്തിയുടെ ആ ഒരു മാനസികമായിട്ടുള്ള ട്രോമ തീരെ ഇഷ്ടമുണ്ടായിരുന്ന അദ്ദേഹത്തിന് യുദ്ധത്തിൽ പങ്കെടുക്കാൻ. അപ്പോൾ ഈ മിലക്കമസ് എന്ന് പറയുന്ന ആ രാജാവ് അദ്ദേഹത്തെ ശരിക്കും പറഞ്ഞാൽ പിടിച്ചുകൊണ്ടുപോവാണ് ചെയ്തത്. പിതാമഹന്മാർക്ക് അവർ കൊടുത്ത വാക്ക്, അതായത് ഈ രാജ്യത്തിന്, ട്രോയ് രാജ്യത്തിന് എന്ത് അപകടം ഉണ്ടായാലും അത് രക്ഷിക്കാൻ വേണ്ടിയിട്ട് എല്ലാ ഗ്രീക്ക് രാജ്യങ്ങളും ഒരുമിക്കണം എന്നുള്ള ഒരു അലിഖിതമായിട്ടുള്ള നിയമം നിലനിന്നിരുന്ന ആ ഒരു സമയത്താണ് ഈ ട്രോജൻ യുദ്ധം സംഭവിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മനസ്സിലോട് ഭാര്യയും മകനെയും വിട്ട് അദ്ദേഹം പോണ്ടി വരുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്ത മുഴുവൻ തന്നെ ഭാര്യയുടെ മകൻ്റെയും അടുത്താണ്. പെരിനോപ്പി എന്ന് പറയുന്ന രാജ്ഞി അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. മറ്റൊരാളെ വിവാഹം കഴിക്കാതെ വളരെ ക്ഷമയോട് കൂടിയിട്ട്, സഹനത്തോട് കൂടിയിട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നതാണ് ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. മകൻ ടെലികമാസം അദ്ദേഹം എങ്ങനെയെങ്കിലും പിതാവിനെ കാണണം, അദ്ദേഹത്തെ കണ്ടെത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം രാജ്യഭാരം പോലും ഏൽക്കാതെ കാത്തിരിക്കുന്നത്. ഇതിൽ പെലിനോപ്പിയായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ഹാൽഹത്തമ എന്ന് പറയുന്ന നടിയാണ്. നല്ല ഗംഭീര പ്രകടനമാണ്. പ്രത്യേകിച്ച് മക്ഡാവിനെക്കാളും നന്നായിട്ട് എനിക്ക് വർക്ക് ചെയ്തത് അവരുടെ അഭിനയമാണ്. ടെലികാമസായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ടോം ഹോളണ്ട്. അദ്ദേഹം ആ ഒരു റോളിൻ്റെ ഒരു മൂഡ് പിടിച്ചിട്ട് അഭിനയിച്ചിട്ടുണ്ട്. വില്ലനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് റോബർട്ട് പാറ്റർസൺ. തീരെ പോരാ എന്ന് പറഞ്ഞാൽ തീരെ പോരാ. ആ ഒരു വില്ലൻ്റെ ഒരു ഗാംഭീര്യം, ആ ഒരു ഇതും ഒന്നും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇയാൾക്ക് കഴിഞ്ഞിട്ടില്ല, റോബർട്ട് പാറ്റർസൺ കഴിഞ്ഞിട്ടില്ല. ബാറ്റ്മാൻ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ച വ്യക്തിയാണെന്ന് തോന്നുന്നു, അങ്ങനെയാണ് മനസ്സിലാക്കുന്നത്. ബാറ്റ്മാൻ എന്ന് പറയുന്ന അവസാനം ഇറങ്ങിയ ബാറ്റ്മാൻ സീരീസിലുള്ള നടൻ. പിന്നെ മാക്ഡാവൻ്റെ അഭിനയം അറിയാമല്ലോ. അദ്ദേഹം ആ ഒരു ബോൺ ലെഗസി എന്ന് പറയുന്ന ആ ഒരു ഫിലിം സീരീസിൽ നായകനായിട്ട് അഭിനയിച്ച വ്യക്തി. ശരീരം കൊണ്ടും മുഖം കൊണ്ടും നല്ല ഗംഭീരമായിട്ടുള്ള പ്രകടനം നടത്തുന്ന ആളാണ് ഈ മാക്ഡാവൻ. അത് അതേ രീതിയിൽ തന്നെ അദ്ദേഹം കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള നടന്മാരൊക്കെ ഒരു ആവറേജ് ഹിമേഷ് പട്ടേൽ ആണ് സേനാനായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഒരു ഇന്ത്യക്കാരനെയാണ് അഭിനയിപ്പിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഒരു ഇന്ത്യൻ വംശകൻ ആ പ്രദേശത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം എനിക്ക് സംശയമുണ്ട്. അവിടെയും നോളൻ ഒരു അത്ഭുതം കാണിക്കും എന്നുള്ള ഒരു പ്രതീതിയായിട്ടാണ് ഈ ഇന്ത്യൻ നടനെ കൊണ്ട് അഭിനയിപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ഈ പോസ്റ്റ് ട്രോമ ഓഫ് വാർ എന്ന് പറയുന്ന ആ ഒരു മനോഘടനയുള്ള ഒരാളാണ് ഒഡീസിയസ്. അദ്ദേഹം മാത്രമേ ആ രാജ്യത്തേക്ക് തിരിച്ചെത്തുന്നുള്ളൂ. മറ്റുള്ള മഠന്മാരെല്ലാം വഴിയിൽ വെച്ചിട്ട് ഓരോ കാരണങ്ങളാൽ മരണപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം കണ്ട ഒരു മായക്കാഴ്ച ആയിക്കൂടെ ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും, ഈ ഗാനം, പിന്നെ ഈ ഒറ്റക്കണ്ണുള്ള രാക്ഷസന്മാർ, ജയജയനായിട്ടുള്ള മനുഷ്യന്മാർ, ഇതെല്ലാം താൻ കുറ്റം ചെയ്തിട്ട് എനിക്ക് കിട്ടുന്ന ശിക്ഷയാണ്
എന്നുള്ള മനോഘടന വെച്ച് പുറത്തുന്ന ഒരാൾക്ക് തോന്നുന്ന ഒരു മായ ഭ്രമം അല്ലേ? അങ്ങനെയല്ലേ നമ്മൾ ഉദ്ദേശിക്കുന്നതെന്ന് സംശയം എൻ്റെ മനസ്സിലുണ്ട്. അങ്ങനെ തന്നെ ആയിരിക്കണം. അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകൻ പിടിയിട്ടില്ല. പക്ഷെ അങ്ങനെയുള്ള ഒരു രീതിയിൽ പ്രേക്ഷകൻ മനസ്സിലാക്കണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം ഈ സിനിമ എടുത്തിരിക്കുന്നത്. അതായത് ഹോമറുടെ ഒഡീസി എന്ന് പറയുന്ന ആ ഒരു കാവ്യത്തിൽ പറഞ്ഞിരിക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒഡീസിയസിൻ്റെ ഭാവന സൃഷ്ടിയാണ് എന്ന് കാണിക്കാനാണ് ക്രിസ്റ്റഫർ നോളൻ എന്ന സംവിധായകൻ ശ്രമിച്ചിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഇതിൽ അഭിപ്രായമുള്ള ആളുകൾ ഉണ്ടാകാം. കാരണം ക്രിറ്റിക്സ് എല്ലാം പല അഭിപ്രായങ്ങളും ഇതിനോടൊന്നും പറഞ്ഞു കഴിഞ്ഞു. സിനിമ റിലീസ് ചെയ്ത് 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിയ ഒരു കാര്യം, ആ സിനിമ കണ്ടിറങ്ങിയപ്പോൾ അന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് തോന്നിയ കാര്യം അങ്ങനെയാണ്. അതായത് ട്രോമറ്റൈസ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ. അങ്ങനെയാണ് ബോഡി ലാംഗ്വേജിലും എല്ലാം ആ ഒഡീസിയസിനെ അദ്ദേഹം കാണിച്ചിരിക്കുന്നത്. മുഖഭാവത്തിനും എല്ലാം ഒരു വല്ലാത്തൊരു എന്താ പറയുക ഉത്കണ്ഠ, പെയിൻ, വേദന, ഇതെല്ലാം കണ്ടമാനം ഉള്ള ഒരു കഥാപാത്രം. അങ്ങനെയാണ് ഒഡീസിയസിനെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ തോന്നിയ ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ക്രിസ്റ്റഫർ നോളൻ സ്വീകരിച്ച ഈ ഒരു നടപടി തീരെ ശരിയല്ല എന്നുള്ളതാണ് തിയേറ്ററിൻ്റെ കാര്യത്തിൽ. പിന്നെ ഹെലൻ ഓഫ് സ്പാർട്ടനെ കാണിച്ചിരിക്കുന്ന ആ ഒരു ഭാഗം, അതിലെടുത്തിരിക്കുന്നത് അമിതമായിട്ടുള്ള സ്വാതന്ത്ര്യം നോളൻ ഈ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ക്യാമറ ഞാൻ പറഞ്ഞിട്ടുണ്ട് വല്ലാണ്ട് ഷേക്കാവുന്നുണ്ട്. വലിയൊരു ക്യാമറ വർക്കായിട്ട് എനിക്ക് തോന്നിയില്ല. ക്രിറ്റിക്സ് എല്ലാം കുറേ ആൾക്കാരൊക്കെ തള്ളി മറിക്കുന്നത് കണ്ടു. ലോകോത്തര സൃഷ്ടിയാണെന്നുള്ള രീതിയിൽ അങ്ങനെയൊന്നും അല്ല ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നതെന്നാണ് എനിക്ക് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അതിനോട് എത്ര പേര് യോജിക്കുന്നു എന്നുള്ളതിൻ്റെ വിഷയമല്ല. പിന്നെ ഈ സിനിമ ഒരു വലിയൊരു എന്താ പറയേണ്ടത്, ഒരു ലോകോത്തര സിനിമയായിട്ടും എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇത്തരമുള്ള ഒരു അനുകൂലമായിട്ടുള്ള ഘടകങ്ങൾ, സംഗീതം, പിന്നെ പ്രകടനങ്ങൾ എന്നിവ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സിനിമ മറ്റൊന്നും തന്നെ സമ്മാനിക്കുന്നില്ല. അത്രയുമാണ് ഈ സിനിമയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ദയവായിട്ട് അത് കമൻറ്റ് ബോക്സിൽ എല്ലാവരും പങ്കുവയ്ക്കുക. അപ്പോൾ എത്രമാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോയുടെ വിവരണം, ഈ സിനിമയുടെ വിവരണം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.